ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. വെൽക്കം ടു മൈ ചാനൽ വിബി ആൻഡ് അച്ചുഹോം. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ഒരു കൊഴുക്കട്ടയാണ്. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ, ഈവനിങ് സ്നാക്സ് ആയിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ നല്ല സോഫ്റ്റ് കൊഴുക്കട്ട ചക്ക വെച്ചിട്ടാണ് ഇത് തയ്യാറാക്കുന്നത്. വീഡിയോയിലോട്ട് കിടക്കാം. അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. വരിക്കച്ചക്ക, നല്ലപോലെ പഴുത്ത വരിക്കച്ചക്ക ഒരു 15 എണ്ണം ചെറുതായിട്ട് അരിഞ്ഞത് ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു 100 ml വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക. വെള്ളം അത് മതിയാവും. അത്യാവശ്യം ചക്കയിൽ നിന്ന് ഇച്ചിരി വെള്ളം ഇറങ്ങും. വെള്ളവും ചക്കയും കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം തീ ഒരു ലോ ഫ്ലെയിമിൽ വെച്ച് ഒരു അടപ്പ് വെച്ച് അടച്ച് ഒരു 4 മിനിറ്റോളം ഒന്ന് വേവിച്ചെടുക്കണം. ചക്ക നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഒരു തവി വെച്ച് നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുക്കണം. ഇതിലേക്ക് പിന്നെ ചേർക്കേണ്ടത് തേങ്ങാ തിരുമിയതാണ്. ഒരു അരക്കപ്പ് തേങ്ങാ തിരുമിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് ഒരു അരക്കപ്പ് ശർക്കരയും ആണ്. ശർക്കര ചെറുതായിട്ട് ചീകിയത് ചേർത്ത് കൊടുക്കുക. ശർക്കരയും തേങ്ങായും ചക്കയും കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യണം. ശർക്കര ഒന്ന് അലിഞ്ഞ് ചക്കയുമായിട്ട് ചേരുന്ന രീതിയിൽ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം പിന്നെ ചേർത്ത് കൊടുക്കേണ്ടത് 1 ടീസ്പൂൺ നെയ്യാണ്. നെയ്യും കൂടെ ചേർത്ത് കൊടുത്ത് ഒരു 1/4 ടീസ്പൂണോളം ഏലക്ക പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. തീ നല്ല ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് മിക്സ് ചെയ്താൽ മതിയാവും. പിന്നെ ഇതിലേക്ക് വേണ്ടത് കാഷ്യൂനട്ട്, ഒരു 1 കാഷ്യൂനട്ട് ചെറുതായിട്ട് അരിഞ്ഞതും അല്പം കിസ്മിസും കൂടെ ചേർത്ത് കൊടുക്കുക. കാഷ്യൂനട്ടും കിസ്മിസും വേണമെങ്കിൽ ഒന്ന് നെയ്യിൽ റോസ്റ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നില്ല. ഇതൊന്ന് ആറാനായിട്ട് വെക്കാം. വേറൊരു പാത്രത്തിൽ ഒരു 1.5 കപ്പോളം അരിപ്പൊടി എടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കുക. ടേസ്റ്റിന് ആവശ്യമായിട്ട് ഉപ്പും ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിന് നമുക്ക് നല്ലപോലെ ചൂടുവെള്ളം ഒഴിച്ച് നല്ല സോഫ്റ്റായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ചൂടുവെള്ളം ഒഴിച്ച് വേണം കുഴച്ചെടുക്കാൻ. അത്യാവശ്യം വെള്ളം ഒഴിച്ചു കൊടുത്ത്, ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്ത് ആദ്യം ഒന്ന് സ്പൂൺ വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുക. പൊടിയെല്ലാം നല്ലതുപോലെ വെള്ളത്തിൽ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം പൊടി ചെറുതായിട്ടൊന്ന് ആറിക്കഴിഞ്ഞതിന് ശേഷം കൈ വെച്ച് നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കണം. വെള്ളം ആവശ്യമുണ്ടെങ്കിൽ സ്പൂണിൽ ചെറുതായിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ നമ്മൾ മാവ് റെഡിയാക്കി എടുക്കുക. നമ്മുടെ ചക്കയും ആറിക്കെട്ടിയിട്ടുണ്ട്. ഇനി മാവ് ഒരു ചെറിയൊരു ബോളിൻ്റെ വലുപ്പത്തിൽ ഉരുട്ടിയെടുക്കുക. ഉരുട്ടിയെടുത്തതിന് ശേഷം കുഴിയുള്ള ഒരു തവി ഉപയോഗിച്ച് മാവിൻ്റെ മണ്ടയ്ക്ക് ചെറുതായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. 1-2 പ്രാവശ്യം ഇതുപോലെ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ നല്ലൊരു ഷേപ്പിൽ സ്പേസിൽ കിട്ടും. ഈ സ്പേസിലേക്ക് നമ്മുടെ ചക്കയുടെ മിക്സ് എടുത്ത് ഒരു സ്പൂണോളം വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ചക്ക മിക്സ് മാവിൻ്റെ ഉള്ളിലേക്കാക്കി ഫുള്ള് എല്ലാ സൈഡും നല്ലതുപോലെ പ്രസ് ചെയ്ത് നല്ലൊരു ബോളിൻ്റെ പരുവത്തിൽ കയ്യിൽ വെച്ച് തന്നെ ഉരുട്ടിയെടുക്കുക. എണ്ണയൊന്നും തേക്കേണ്ട ആവശ്യമില്ല. നല്ല സോഫ്റ്റായിട്ട് നല്ല രീതിയിൽ നമുക്ക് ഒട്ടും കയ്യിൽ പറ്റാതെ തന്നെ ഉരുട്ടിയെടുക്കാൻ പറ്റും. ഇതിനി നല്ലൊരു സ്റ്റീം വരുന്ന ഇഡലിത്തട്ടത്തിലോ മറ്റേതെങ്കിലും പാത്രത്തിലോ വെച്ചിട്ട് ഒരു 10 മിനിറ്റോളം സ്റ്റീം ചെയ്ത് ആവിയിൽ വേവിച്ചെടുക്കുക. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചക്ക കൊഴുക്കട്ട ഇവിടെ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നിടം വരെ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.